നമുക്കിന്ന് ഈസിയും അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനും പെട്ടെന്നൊരു ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ 1 സ്പൂൺ ചിക്കൻ മസാല എടുത്ത് അതിടുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഇളക്കി ഒരു 20 മിനിറ്റ് വെക്കണം. 2 ഗ്ലാസ് അരി എൻ്റെ അളവ് ഗ്ലാസ്സാണ്. അതിന് 2 ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ 600 ഗ്രാമാണ് കേട്ടോ. നമുക്കിതിനായി ആവശ്യത്തിലുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചതിൻ്റെ എണ്ണ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. 2 പട്ട, 5 ഗ്രാമ്പു, ഏലക്കായ, 3 സ്റ്റാർ. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നന്നായിട്ട് ഇളക്കാം. അതിൽ ബ്രൗൺ ആവണം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കളി, പുതിനയിലയും 2 സ്പൂൺ തൈരും 1 പച്ചമുളകും കൂടി ചേർത്ത് അരച്ചാണത്. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല ചേർക്കാം. 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ചട്ടിയിൽ തുറന്ന് നോക്കിയാലോ. മസാല റെഡിയായി നോക്കാം. മസാല നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു. നമ്മളിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇടാം. ഇളക്കിയിട്ട് ഉപ്പ് പാകത്തിനുമ്പോൾ നമുക്ക് നോക്കണം. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് അരിയിടാം. നന്നായിട്ടൊന്ന് ഇളക്കാം. മൂടി 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ച് കപ്പലിൻ്റെ ഉണക്കമുന്തിരിയും ഇടാം. നമുക്ക് നമ്മുടെ ബിരിയാണി ചട്ടി തുറന്ന് നോക്കാം. ബിരിയാണി ഏകദേശം റെഡി ആയി കഴിഞ്ഞു. കഴിക്കാൻ പാകത്തിന് വെന്തു. നമുക്കിനി ഇത് അടച്ച് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.